وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇതുവരെയും ആത്മനിർദ്ദേശം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ പാലിച്ചുകൊണ്ട് കഴിയുന്നത്ര ഉപയോഗകൂടിയും ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ വിധികൾക്കനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഹിജ്റ വർഷം 1442 കഴിഞ്ഞ് 43-ലേക്ക് നമ്മൾ നമുക്കറിയാം. ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് അല്ലാഹു പവിത്രമാക്കിയ ഒരു മാസം കൊണ്ടാണ്, മുഹറം മാസം. അതേപോലെ തന്നെ അത് അവസാനിക്കുന്നതും പവിത്രമായ ഒരു മാസം കൊണ്ടാണ്, ദുൽഹജ്ജ് മാസം. ഓരോ വർഷവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം അവസാനിച്ചു നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർതഹലത്ത് ദുനിയ മുദ്ബിറ, ദുനിയാവ് പെട്ടെന്ന് ഇങ്ങനെ യാത്രയായിക്കൊണ്ടിരിക്കും, കഴിഞ്ഞുകൊണ്ടിരിക്കും. വർത്തഹലത്തിൽ ആഖിറതു മുഖ്ബില, പരലോകം ഇങ്ങനെ അതിവേഗത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, മുന്നിടുന്നു. വലിയ വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, അതിനെ രണ്ടിലും മക്കളുണ്ട്, അവകാശികളുണ്ട്, അതിന് രണ്ടിലും ആളുകളുണ്ട്. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആകണേ അബ്നാഇൽ ആഖിറ, പരലോകത്തിന്റെ മക്കളാകണം. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളാകരുത്, ദുനിയാവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാകരുത്. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, ഇഹലോകത്തിന്റെ ആളുകളായി മാറരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ, തീർച്ചയായും ഇന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, നാളെ വിചാരണയുടെ ദിവസമാണ്. എന്നാൽ നാളെ വിചാരണയാണ്, നാളെ പ്രവൃത്തിയില്ല, നാളെ പ്രവർത്തിക്കുവാൻ അവസരമില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കുകളാണ് ഓരോ വർഷവും ഇങ്ങനെ നമ്മൾ 1443-ലേക്ക് പ്രവേശിക്കുമ്പോ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമുക്ക് ലഭിക്കുന്ന ഓരോ ദിനങ്ങളും നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് നാളെ നമുക്ക്
ഇസ്ലാമിലെ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ ഹിജ്റ കലണ്ടർ രൂപീകരിക്കപ്പെടുന്നത് എന്ന ചരിത്രം അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഇങ്ങനെ ഇസ്ലാമിലെ ഒരു കലണ്ടർ എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ എന്ത് അടിസ്ഥാനമാക്കിക്കൊണ്ട് കലണ്ടർ രൂപീകരിക്കും എന്ന ചർച്ച നടക്കുന്നതിനിടയിൽ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മാനദണ്ഡമാക്കിയെടുക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം മാനദണ്ഡമാക്കിയെടുക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായി. എന്നാൽ ചർച്ചകൾക്കും അഭിപ്രായങ്ങൾക്കും ശേഷം തെരഞ്ഞെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 53ാമത്തെ വയസ്സിൽ നടന്ന ഇസ്ലാമിലെ പ്രസിദ്ധമായ ഏറെ ഗുണപാഠമുള്ള ഒരു മഹത്തായ സംഭവമാണ്. ആ ഇസ്ലാമിലെ കലണ്ടറിനെ മാനദണ്ഡമാക്കിയത് അത് ഹിജ്റയായിരുന്നു. ആ ഹിജ്റയുടെ പേരിലാണ് കലണ്ടർ അറിയപ്പെടുന്നത്. ഹിജ്രി കലണ്ടർ, ഹിജ്റ കലണ്ടർ എന്നറിയപ്പെടുന്നു. ഈ ഓരോ ഹിജ്റ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഹിജ്റ നമുക്ക് നൽകുന്ന സന്ദേശം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഈ ഹിജ്റ, ഇസ്ലാമിലെ ഹിജ്റ എന്ന് പറയുന്നത് ധാരാളം സന്ദേശങ്ങളും ഗുണപാഠങ്ങളും നമുക്ക് നൽകുന്നതാണ്. മാനവികമായ, അതേപോലെ തന്നെ വിശ്വാസപരമായ, ധാർമ്മികമായ ഒരുപാട് മൂല്യങ്ങളും സന്ദേശങ്ങളും നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ വിശ്വാസവും ധാർമ്മികവും മാനവികവുമായ ഈ മൂല്യങ്ങളിൽ ഒന്നാമതായിട്ട് നൽകുന്ന സന്ദേശം വിശ്വാസപരമായ ആ മൂല്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം ഹിജ്റ എന്തിനു വേണ്ടിയിട്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയത് എന്ന ചരിത്രം അറിയാം. അതിൽ ഒന്നാമതായിട്ട് വിശ്വാസപരമായ മൂല്യം നമുക്കതിലുള്ളത് ഒന്ന് അചഞ്ചലമായ വിശ്വാസമാണ്. അതേപോലെ തന്നെ ശുഭാപ്തി വിശ്വാസം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് തവക്കുൽ അർപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രചോദനം ഓരോ മുസ്ലിമിനും ഓരോ വിശ്വാസിക്കും ആ ഹിജ്റ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അവര് പോയത് ഞാൻ ആമുഖമായിട്ട് ഓടിക്കേൽപ്പിച്ച ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ ആയത്താണ്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ അവരെ അല്ലാഹുവിന് വേണ്ടി അതല്ലെങ്കിൽ അവർ വിൽക്കുന്നതാണ് എന്ന ഈ ആയത്ത് എല്ലാവർക്കും ബാധകമാണ്. എന്നാൽ ഇതിന്റെ തഫ്സീറുകൾ പരിശോധിച്ചു നോക്കിയാൽ അതിലെ മുഴുവൻ മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയ ഒരു പ്രസിദ്ധമായ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ശുഹൈബ് റൂമിയുടെ കഥ. ശുഹൈബ് റൂമി ഇറാഖുകാരനായിരുന്നു. അങ്ങനെ യുദ്ധാനന്തരം റോമുകാരെ തടവിലാക്കി പിടിച്ചുകൊണ്ടുപോകുന്നു. ആ റോമിൽ നിന്നും രക്ഷപ്പെട്ട് മക്കയിലേക്ക് എത്തുന്നു. മക്കയിലെത്തിയ ശുഹൈബ് റൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നു. ബന്ധുക്കളും ഉറ്റവരും ഇല്ലാത്ത ശുഹൈബ് റൂമി ഈ നബിയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ കഠിനമായ മർദ്ദനങ്ങൾക്ക് വിധേയനാകുന്നു. ആ സന്ദർഭത്തിൽ ഹിജ്റയുടെ സന്ദർഭത്തിൽ ശുഹൈബ് റൂമിയും ഹിജ്റ പോവുകയാണ്. ഈ ഖുറൈശികളെ മക്കക്കാർ തടഞ്ഞു നിർത്തുന്നു. ഉറ്റവരും ഉടയവരും ഇല്ലാത്തതിന്റെ പേരിൽ അതിയായ കഠിനമായ മർദ്ദനങ്ങൾക്ക് വിധേയനായി ശുഹൈബ് റൂമി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മറ്റുള്ളവരെക്കാൾ പീഡനങ്ങൾക്ക് ഇടയായി. കാരണം ഒറ്റക്കാണ് മക്കയിൽ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ പറയുന്നത്, മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഖുറൈശികൾ വളയുന്നു. എന്നിട്ട് പറയുന്നു, നീ ഇവിടെ വന്നതിന് ശേഷമാണ് ധനികനായത്, സമ്പന്നനായത്. അതുകൊണ്ട് നീ ഇവിടെ നിന്നും സമ്പാദിച്ച സ്വത്തുക്കളൊന്നും കൊണ്ടുപോകുവാൻ അനുവദിക്കുക
നിന്ന് സമ്പാദിച്ച സ്വത്താണോ, എന്റെ ധനമാണോ എങ്കിൽ നിങ്ങൾ അത് എടുത്തുകൊള്ളുക. അതവിടെ വിട്ടേച്ചുകൊണ്ട് ശുഹൈബ് റൂമിയും സ്വന്തം ശരീരവും മാറിക്കൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ വിശുദ്ധ ഖുർആനിലൂടെ വമിനൽ നാസി മൻ യശ്രി നഫ്സഹു ബിദാഅ അല്ലാഹില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദി എന്ന് അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് തൃപ്തി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്വന്തം ശരീരവും സ്വത്തും ഒക്കെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിൽക്കുന്നവർ അവരാണ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അല്ലാഹു അടിയാന്മാരോട് ഏറെ കൃപയുള്ളവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഞാൻ പറഞ്ഞത് ശുഹൈബ് റൂമിയും അതേപോലെയുള്ള സ്വഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് അവർക്ക് പിറന്ന ആ നാട്ടിൽ ജീവിക്കുവാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ ആ വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് നിന്നുകൊണ്ട് റബ്ബിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ മറ്റൊരിടം അവർ കണ്ടെത്തി. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. വീടും സമ്പത്തും നാടും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പോകാൻ തയ്യാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെയും മദീനയുടെയും അതിർത്തിയിൽ വെച്ചുകൊണ്ട് മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാഹ് വഅഹബ്ബുൽ അർദി ഇലല്ലാഹ്. ഭൂമിയിൽ വെച്ച് ഏറ്റവും സുന്ദരമായ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി, ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് അത് നീയാണ് അത് എന്ന് എനിക്കറിയാം എന്ന് മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുമായിരുന്നില്ല എന്ന് മക്കയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ പറഞ്ഞത് സന്തോഷത്തോടു കൂടിയല്ല അവർ മക്കയെ പിരിയുന്നത്. അവർക്ക് അവിടെ ജീവിക്കുവാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, കുടുംബക്കാരും സമ്പത്തും സ്വത്തും പിറന്ന നാടും ഒക്കെ അവരെ ഉപേക്ഷിച്ചത് അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, പ്രീതിക്ക് വേണ്ടിയായിരുന്നു എന്നതാണ് ആ ഹിജ്റ നമുക്ക് നൽകുന്ന സന്ദേശം. ആ ഹിജ്റയുടെ പേരിലാണ് ഇസ്ലാമിലെ ഹിജ്റ കലണ്ടർ രൂപീകരിച്ചത്. ആ ഹിജ്റയെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് സ്വഹാബികളെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഇസ്ലാമിലെ കലണ്ടർ രൂപീകരിക്കുന്നത്. അപ്പോൾ ആ കലണ്ടറിനെ ആ കലണ്ടറെ അടിസ്ഥാനമാക്കിയെടുത്ത ചരിത്ര സംഭവത്തിന് മഹത്വമുണ്ട്. ആ ചരിത്ര സംഭവം ഓരോ വർഷവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് നൽകുന്ന പാഠം ഞാൻ നിങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതല്ലാതെ മറ്റു കലണ്ടറുകൾ രൂപീകരിച്ചതുപോലെ ആരുടെയെങ്കിലും ജന്മത്തെയോ മരണത്തെയോ ജനനത്തെയോ ഒന്നും ആധാരമാക്കിക്കൊണ്ടല്ല ഇസ്ലാമിക കലണ്ടർ രൂപീകരിച്ചത്. അതേപോലെ തന്നെ ആ ഹിജ്റയിൽ നടക്കുന്ന മറ്റൊരു സംഭവമുണ്ട്, അല്ലാഹുവിനെ തവക്കുലാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും താമസിക്കുന്നു തൗബയിൽ. ശത്രുക്കളെ അവരെ അന്വേഷിച്ചുകൊണ്ട് തെരഞ്ഞു നടക്കുന്നു. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കാൽപാദം കണ്ടപ്പോൾ, ശത്രുക്കളെ ആ ഗുഹയിൽ നിന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലഅബ്സറന. റസൂലേ, ആ ശത്രുക്കളെ അവരെങ്ങാനും അവരുടെ കാൽപാദങ്ങളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒളിച്ചു നിൽക്കുന്ന ഈ ഗുഹ നമ്മളെ അവർ കാണുമല്ലോ. ലഅബ്സറന, അവർ നമ്മെ കാണുമല്ലോ പ്രവാചകരെ, നമ്മളെ പിടിക്കുമല്ലോ എന്നുള്ളത്. ആ സന്ദർഭത്തിൽ ഒരു പ്രതിസന്ധിയാണ് അവർ ഒളിച്ചു നിൽക്കുന്നു. ശത്രുക്കളെ കണ്ടാൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയാൽ വകവരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ സന്ദർഭത്തിൽ നൽകുന്ന തവക്കുല് നമ്മുടെ ജീവിതത്തിലും പാഠമാണ്. ഏത് പ്രതിസന്ധി ഘട്ടവും നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം. വിശ്വാസിയാണെങ്കിൽ നമ്മൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന ഒരു വിശ്വാസിയായ ഞാനും നിങ്ങളും എങ്കിൽ ഈ ചരിത്രത്തിലും നമുക്ക് ഗുണപാഠമുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം, മാ
വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് പാഠമുണ്ട് ആ ഹിജ്റയുടെ ചരിത്രത്തിൽ എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിനെ അടിയുറച്ച് ജീവിക്കുന്നവനാണെങ്കിൽ, തവക്കുൽ വെച്ച് ജീവിക്കുന്നവനാണെങ്കിൽ, അതാണ് ഹിജ്റയുടെ ചരിത്രങ്ങൾ പരിധിയാണെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഹിജ്റകൾ ധാരാളം നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് മൂസ അലൈഹിസ്സലാം ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ട് പോകുന്ന ചരിത്രമുണ്ട്. അവിടെയൊക്കെ നമുക്കറിയാം അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് അവിടെ ജീവിച്ചു. ആ വിശ്വാസത്തിന്റെ കരുത്തുമായി കൊണ്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ അവർക്ക് മുന്നിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചു. അല്ലാഹു പറഞ്ഞു നദിയിൽ അടിക്കുവാന്. ആ നദി രണ്ടു ഭാഗത്തേക്കും മാറി നിന്നു. അങ്ങനെ ഒരു പാതയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് ആ രൂപത്തിലെ ധാരാളം ചരിത്രങ്ങൾ, ഹിജ്റയുടെ ചരിത്രങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നൽകുന്ന ഒരു പാഠമാണ് ധാർമ്മികമായ മൂല്യം എന്നുള്ളത്. അതേപോലെ തന്നെ മാനവികമായ മൂല്യവും ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് വരെ അൽ അമീനായിരുന്നു. പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് ശത്രുവും അതേപോലെ തന്നെ കുടുംബങ്ങളെ പിണക്കുന്നവരും കള്ളവാദിയും അതേപോലെ തന്നെ നുണയരും ഒക്കെ ആയി മാറുന്നത്. ശത്രുക്കൾ പോലും അംഗീകരിച്ചിരുന്നു റസൂൽ കളവ് പറയാത്തവരാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന ആ ഒരു പേര്, സൽപ്പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കൾ പോലും നൽകിയത്. അതിനാൽ തന്നെ ശത്രുക്കൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശമാണ്, എന്നെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ച ഈ വസ്തുക്കളെ അതിന്റെ അതിരുകാർക്ക് തിരിച്ചു നൽകണം. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനത ഇലാ അഹ്ലിഹാ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകുന്ന സന്ദേശം തന്നെയാണ്. ഈ അമാനത്തുകൾ വിശ്വസിച്ചേൽപ്പിച്ച സ്വത്താകട്ടെ എന്ത് കാര്യമാകട്ടെ അതൊക്കെ അതിന്റെ അഹ്ലുകാരോട് നീതിപൂർവം കൈകാര്യം ചെയ്യണം, അതിന്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമുക്ക് നൽകുന്ന സന്ദേശം. ഇതിന്റെ കാര്യം പണ്ഡിതന്മാര് 3 കാര്യങ്ങളെ പറ്റി പറഞ്ഞത് അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ല എന്നതാണ്. അത് പരിഗണിക്കപ്പെടുന്ന വിഷയത്തില്, അത് പാലിക്കപ്പെടുന്ന വിഷയത്തില് അവര് മുസ്ലിമാണോ അമുസ്ലിമാണോ, വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് നോക്കുകൊണ്ടല്ല പാലിക്കപ്പെടേണ്ടത്, പരിഗണിക്കപ്പെടേണ്ടത്. ആ 3 കാര്യത്തിൽ ഒന്ന് അമാനത്താണ്, വിശ്വസ്തത. ഒരാള് എന്തെങ്കിലും വസ്തു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഏൽപ്പിച്ചവൻ അവിശ്വാസിയാണ് എന്നതിനാല് അത് പാലിക്കപ്പെടാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൃത്യമായിക്കൊണ്ട് അത് പാലിക്കണം എന്ന ആ ഒരു സന്ദേശം ഹിജ്റ നമുക്ക് നൽകുന്നു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തും അതിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു 3 കാര്യങ്ങൾ. അതിൽ ഒന്ന് അമാനത്താണ്, വിശ്വസ്തത എന്നുള്ളതാണ്. അതേപോലെ തന്നെ അൽ അഹ്ദ്, സിലത്തുർ റഹീം, കരാറുകൾ, അതേപോലെ തന്നെ കുടുംബബന്ധം. കരാറുകൾ, എന്തെങ്കിലും കരാറുകൾ അതാരും മനുഷ്യന്മാർ തമ്മിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസിയാണെങ്കിൽ പാലിക്കണം, അത് നിറവേറ്റാൻ ബാധ്യസ്ഥനാണ്. അത് അവിശ്വാസിയുമായിട്ടാണ് എന്നത് അത് പാലിക്കപ്പെടാതിരിക്കുവാന് കാരണമല്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഈ രൂപത്തില് ധാർമ്മികമായ മാനവികമായ മൂല്യങ്ങളും ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ ഹിജ്റ നമുക്ക് നൽകുന്ന സന്ദേശം ഉണ്ടാകുമെങ്കിലും യഥാർത്ഥത്തിൽ അൽ മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മാ യഹ്ബ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഡെഫിനിഷൻ, തഅരീഫ്. എന്താ ഹജറ അല്ലെങ്കിൽ മുഹാജിർ എന്നൊക്കെ പറഞ്ഞാൽ വെടിയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഹജറ എന്ന് പറഞ്ഞാൽ വെടിയുക, മുഹാജിർ എന്ന് പറഞ്ഞാൽ വെടിയുന്നവൻ. അപ്പോൾ ഹിജ്റ ചെയ്തവൻ എന്ന് പറഞ്ഞാൽ സ്വന്തം നാടിനെ വെടിഞ്ഞ്, സ്വന്തം നാടിനെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോയ അവരാണ് മുഹാജിർ
വിശ്വസിക്കുവാൻ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം. എന്നാൽ അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മുഹാജിറുകളാകാൻ ബാധ്യസ്ഥരാണ്. ഏത് നിലക്ക്? മൻ ഹജറ മാ നഹല്ലാഹ്, അല്ലാഹു എന്തൊക്കെ കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടോ, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഹറാമാക്കിയിട്ടുണ്ടോ, അതെല്ലാം ഉപേക്ഷിക്കുന്നവനാണ്, അതെല്ലാം ഹജ്ർ ചെയ്യുന്നവനാണ്, വെടിയുന്നവനാണ് മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഓരോ ഹജ്ർ വർഷം കടന്നു വരുമ്പോഴും അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് മുഹാജിറുകൾ സ്വന്തം നാട് ഉപേക്ഷിച്ചത് എങ്കിൽ അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു വിലക്കിയ എല്ലാ കാര്യങ്ങളും ഹജ്ർ ചെയ്യുവാനും അതെല്ലാം വെടിയുവാനും ഉപേക്ഷിക്കുവാനും അതേപോലെ തന്നെ പരമാവധി അല്ലാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവുമായിട്ടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാനും ബാധ്യസ്ഥരാണ് ഞാൻ നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസ വൃത്തത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധികൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പവിത്രമായ മാസമാണ് മുഹറം മാസം. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ദിവസം അല്ലാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം ഫലാ തഗ്ലിമു ഫീഹിന്ന അൻഫുസകും, അതാകുന്നു ശരിയായ നേരായ മതം, ദീൻ. ആ മാസത്തിലെ ആ മാസങ്ങളിലെ നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. ഫലാ തഗ്ലിമു, ഈ ആയത്തിലെ നമുക്കറിയാം 4 മാസങ്ങൾ പവിത്രമാണ് എന്നും അതിൽ മുഹറം ഒന്ന് മുഹറമാണ്, അതേപോലെ തന്നെ റജബാണ്, അതേപോലെ തന്നെ ദുൽഖഅദ് മാസത്തിന്റെ പവിത്രത, അതിന്റെ ചരിത്രമൊക്കെ അറിയുന്നവരാണ് ഞാൻ നിങ്ങളും. ഫലാ തഗ്ലിമു ഫീഹിന്ന അൻഫുസകും എന്ന ആ ഭാഗത്തിന്റെ തഫ്സീരിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീ കുല്ലിഹിന്ന, എല്ലാ മാസത്തിലും അതേപോലെ തന്നെയാണ് നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്. എന്നാൽ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ 4 മാസങ്ങളെ പ്രത്യേകമാക്കിക്കൊണ്ട് എടുത്തു പറഞ്ഞു. അതിലെ ഫജഅലഹുന്ന ഹറാമൻ, ആ 4 മാസങ്ങളെയും പവിത്രമാക്കുകയും ചെയ്തു. വഅദമ ഹുറുമാതിഹിന്ന, ആ 4 മാസങ്ങൾക്കും മഹത്വം കൽപ്പിക്കുകയും ചെയ്തു. വജഅല ദംബ ഫീഹിന്ന അഅ്ളം, അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ പറയുന്നു, ആ പവിത്രമായ മാസങ്ങളിലെ നമ്മൾ തെറ്റ് ചെയ്താലേ പാപങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല. കാരണം അല്ലാഹു പവിത്രമാക്കിയ മാസമാണ് 4 മാസം. അതിൽ ചെയ്യുന്ന പാപങ്ങൾ ഏറ്റവും മഹത്വമാണ്, ഏറ്റവും വലുതായി തീരും. അതേപോലെ തന്നെ ആ മാസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കാണെങ്കിലോ മഹത്തായ പ്രതിഫലവുമുണ്ട്. കാരണം പവിത്രമാക്കിയ മാസമാണ് എന്ന് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അതായത് ആ മാസത്തിന് പവിത്രതയുണ്ട്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചാൽ അതിനുള്ള മഹത്തായ പ്രതിഫലം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ മുഹറം 10 അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല യുദ്ധത്തിലെ വധിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഷിയാക്കൾ ആ മുഹറം 10 ഒരു ശകുന ദിവസമായിട്ട് കാണുകയും അതേപോലെ തന്നെ സ്വന്തം ശരീരത്തിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ത്യാഗം ചെയ്യുന്ന ആ രൂപത്തിലുള്ള പല അനാചാരങ്ങളും ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഈ മുഹറം മാസത്ത് ഒരു നല്ല ഒരു ആചാരം തുടങ്ങുവാനും നല്ല ജീവിതത്തിലുള്ള നല്ല ദിനങ്ങളിൽ എന്തെങ്കിലും നല്ല പ്രോഗ്രാമുകൾ, അന്ന് വിവാഹം, അതേപോലെ തന്നെ ഹൗസ് വാമിംഗ്, ഇങ്ങനെയുള്ള സംഗതി
ദിവസമാണ്. അതിനെ ശകുനമാക്കിക്കൊണ്ടോ മോശമായി കാണേണ്ടതോ ആയ ദിവസമല്ല, മാസമല്ല. അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അഫ്ളലു സിയാമി, ഏറ്റവും മഹത്തായ നോമ്പ് എന്ന് പറയുന്നത് റമളാനിന് ശേഷം അത് മുഹറം മാസത്തിൽ എടുക്കുന്ന നോമ്പാണ് എന്നുള്ളതാണ്. മുഹറം മാസത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാം, നോമ്പെടുക്കാം. എന്നാൽ സമയബന്ധിതമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രണ്ട് നോമ്പാണ് വസിയാമു യൗമി അശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു. അശൂറ നോമ്പിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 10 തമ്മിലുള്ള നോമ്പ് അത് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അതിൽ നിന്നും പൊറുക്കപ്പെടുവാൻ കാരണമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മുഹറം 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിട്ടില്ല. എന്നാലും ഇന്നഹു യൗമൻ തുഅദ്ദിമുൽ യഹൂദു വന്നസാറ, സ്വഹാബത്ത് പറഞ്ഞു മുഹറം 10 അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും, ജൂത ക്രൈസ്തവന്മാരെ അവരും മഹത്തായിട്ട് കാണുന്ന ദിവസമാണല്ലോ, അവരും അന്ന് നോമ്പെടുക്കുന്നുണ്ടല്ലോ. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ കാന ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹു സുന്നൽ യൗമ താസിഅ, എന്നാൽ വരും വർഷത്തിലെ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ മുഹറം 9 അന്നും നമ്മൾ നോമ്പ് നോക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ള ഒരു നോമ്പാണ് മുഹറം 9ഉം 10ഉം എന്നുള്ളത്. ആ രണ്ട് നോമ്പുകളും പിടിക്കുക, അതേപോലെ തന്നെ നോൽക്കുക, അതേപോലെ തന്നെ മറ്റു ദിവസങ്ങളിലും നോമ്പെടുക്കാവുന്നതാണ്. എന്നാൽ സമയബന്ധിതമായിക്കൊണ്ട് ദിനബന്ധിതമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രണ്ട് നോമ്പാണ് മുഹറം 9, 10 എന്നുള്ള നോമ്പ്. ഈ രൂപത്തിൽ മുഹറം മാസത്തിന്റെ പവിത്രത ഉൾക്കൊള്ളുകയും ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊള്ളുകയും മഹത്വം ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അതാ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതുമായും ചെറുതുമായും നിങ്ങൾ ചെയ്ത ഒരു പാപങ്ങളും നിങ്ങൾക്ക് ഇനി പുറത്തു തന്നെ അതാ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം വിവാദങ്ങളെല്ലാം സ്വീകരിക്കുകയും അതിൽ വന്നു പോകുന്ന പാഴ്ചകളും പാകക്കേടുകളും എല്ലാം പുറത്തു തരികയും വിട്ടുവീഴ്ച തരികയും മാപ്പാക്കി തരികയും ചെയ്യുന്നതാണ്. പൂർണ്ണമായ പ്രതിഫലം നിങ്ങളുടെ വിവാദങ്ങൾക്കും നമസ്കാരങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും എല്ലാം പ്രധാനം ചെയ്യുന്നതാണ്. അതാ നിങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം ശിവയാക്കി കൊടുക്കുന്നതാണ്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരങ്ങളുടെ കടങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീക്കിക്കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതാ അടിയുറച്ച് നിൽക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മരിക്കുന്ന സന്ദർഭത്തിൽ അഗ്നിത്വം അനുസരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. والمسلمين والمسلمات والأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا وتوالنا من النار. اللهم اعز الإسلام والمسلمين وذل الشرك والمشركين. ربنا آتنا في الدنيا